SSGTV പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അജ്മാനിൽ സ്ത്രീയെ കൊലപ്പെടുത്തി വ്യാപാര കേന്ദ്രത്തിന് തീ കൊളുത്തി. പ്രതി 10 മിനിറ്റിനുള്ളിൽ പിടിയിൽ. കടലും കായലും ബന്ധിപ്പിച്ച് ഷാർജയിൽ പുതിയ കനാൽ. ഫുജേറയിലെ ജനവാസ മേഖലയ്ക്ക് സമീപം ഒരു കാട്ടുമൃഗത്തെ കണ്ടെന്ന് റിപ്പോർട്ട്. നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഇറാനിയൻ ബോട്ടിനെ കടലിൽ വെച്ച് വളഞ്ഞ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. വീഡിയോ പുറത്ത്. വാർത്തകൾ വിശദമായി. എമിറേറ്റിലെ സനയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര കേന്ദ്രത്തിൽ സ്ത്രീയെ കൊലപ്പെടുത്തി സ്ഥാപനത്തിന് ഏഷ്യൻ വംശജനായ പ്രതി തീ കൊടുത്തു. അജ്മാൻ പുതിയ സനയിലെ ലക്കി റൗണ്ട് ബോട്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് സംഭവം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവത്തിൽ ഏഷ്യൻ വംശജയായ സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. മറ്റു 3 ജീവനക്കാരെ പരിക്കേൽപ്പിച്ച പ്രതി സ്ഥാപനത്തിന് തീ കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. സ്ഥാപനത്തിന്റെ മിക്ക ഭാഗങ്ങളും കത്തി നശിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അജ്മാൻ പോലീസും സിവിൽ ഡിഫൻസും വിവിധ അഗ്നിശമന വിഭാഗങ്ങളും ചേർന്ന് പെട്ടെന്ന് തീ അണച്ചത് സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് അപകടം പടരുന്നത് ഒഴിവാക്കി. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അതിവേഗം ഇടപെട്ടാണ് പ്രതിയെ 10 മിനിറ്റിനകം പിടികൂടിയത്. കടലിൽ നിന്ന് ഖാലി തടാകത്തിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിപ്പെടുത്തുന്നതിന് ഷാർജയിൽ കനാൽ നിർമ്മിക്കുന്നു. 800 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന കനാൽ പദ്ധതിയുടെ പുരോഗതി തിങ്കളാഴ്ച സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി സന്ദർശിച്ച് വിലയിരുത്തി. 2 പാലങ്ങൾ, കനാൽ, കടൽഭിത്തി, ഉല്ലാസ കേന്ദ്രം എന്നിങ്ങനെ വിവിധ ഭാഗങ്ങൾ പദ്ധതിക്കുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആരംഭിച്ച പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ 320 മീറ്റർ നീളമുള്ള കടൽഭിത്തിയുടെ പരീക്ഷണം പൂർത്തിയായിട്ടുണ്ട്. പ്രതികൂല അന്തരീക്ഷത്തിലും കനാലിനെ സംരക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഫുജേറയിലെ ജനവാസ മേഖലയായ മസാഫി പ്രദേശത്തിന് സമീപം ഒരു കാട്ടുമൃഗം അലഞ്ഞുതിരിയുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്ന് എമിറേറ്റ്സ് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. ഫുജേറ പരിസ്ഥിതി ഏജൻസിയിൽ നിന്നുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് സംഘം നിലവിൽ മൃഗത്തിന്റെ ഫോട്ടോ എടുക്കുകയും താമസക്കാർ മൃഗത്തെ കണ്ട സ്ഥലത്ത് ഇപ്പോഴും ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഇരയെ പിടിക്കാൻ വായുവിലേക്ക് 10 അടി ഉയരത്തിൽ ചാടാൻ കഴിയുന്ന ഒരു ഇടത്തരം പൂച്ചയാണിതെന്നും ഈ മൃഗത്തെ അൽ വാഷ്ക് എന്നും കാരക്കൽ എന്നുമാണ് അറിയപ്പെടുന്നതെന്നും അതോറിറ്റി പറഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടിക്ക് സമീപം തമിഴ്നാട് സ്വദേശികളുമായി കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിനെ കടലിൽ വെച്ച് കോസ്റ്റ് ഗാർഡ് കപ്പൽ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ വീഡിയോ പുറത്ത്. കോസ്റ്റ് ഗാർഡിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിലൂടെയാണ് വീഡിയോ പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ ദൂരെ ഇറാനിയൻ ബോട്ട് കണ്ടെത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെ ICGS അഭിനവ് എന്ന കപ്പലാണ് ബോട്ടും അതിലുണ്ടായിരുന്ന 6 കന്യാകുമാരി സ്വദേശികളെയും കസ്റ്റഡിയിലെടുത്തത്. ഇറാനിൽ ജോലിക്ക് പോയ തൊഴിലാളികൾ ജോലി സാഹചര്യം മോശമായതിനെ തുടർന്ന് ബോട്ടിൽ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. കന്യാകുമാരി സ്വദേശികളായ 6 പേരും കഴിഞ്ഞ വർഷം മാർച്ച് 26-നാണ് ഇറാനിൽ മത്സ്യത്തൊഴിലാളികളായി ജോലി ആരംഭിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.